സീന ഒന്ന് മ്യൂട്ട് ചെയ്യണോ? ഭയങ്കര ഇരപ്പ്. എല്ലാവർക്കും ക്ലാസ് കാണാൻ പറ്റുന്നുള്ളൂ, മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇല്ല, കേൾക്കാൻ പറ്റില്ല. എന്റെ വേറൊരു സൗണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാം ഒരു ഇരപ്പ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? മ്യൂട്ട് ചെയ്യാമോ? മാം ഒരുമാതിരി ഡ്രില്ലിങ്ങിന്റെ സൗണ്ട് കേൾക്കുന്നു. ഡ്രില്ലിങ്ങിന്റെ സൗണ്ട് കണക്ക് കേൾക്കുന്നു. സീന മൈക്ക് ഓഫ് ചെയ്യാമോ? സീന മൈക്ക് ഓഫ് ചെയ്യാമോ? സീന. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ പ്രെയർ ആരാ ചെയ്യുന്നേ? പ്രയർ ഞാനാണ് മിസ്. ആ, ഓക്കെ, ശരിക്കട്ടെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ പറഞ്ഞോട്ടെ മാം. പറഞ്ഞോളൂ. Good afternoon, ma'am and friends. I am Adira Kiran. Welcome to today's section, a classroom experience that I really enjoyed. I appreciate your guidance and support, teacher. It is a place where we make friends, share ideas, and learn new things together. Let's get started and make the most of our time together. Let's begin our class with the thought and action song. Welcome Adira AS for thought, action song for Manju, and most welcome our class teacher Ashwati ma'am. Thank you ma'am and friends. Okay, thank you. Then thought of the day, Adira. Thought. Confidence and hard work is the only medicine to kill a disease called failure. ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് പരാജയത്തെ കൊല്ലാനുള്ള ഒരേ ഒരു മരുന്ന്. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. Okay, then action song. 1, 2, 3, 4, 5. Once I got a fishy life. 6, 7, 8, 9, 10. Then I let it go again. Why did you let it go?
because it bit my finger. So which finger did it bite this little finger on the right? Thank you. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? Dietary requirement. ഡയറ്ററി റിക്വയർമെന്റ്സ് അല്ലേ? അത് മുഴുവനും പറഞ്ഞോ? Yes, ma'am. മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഫ്രൂട്ട് ക്രീം, അതിന്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു. പറഞ്ഞിരുന്നു. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നോ? Sorry, ma'am. ഏത്? അതായത് നമ്മ സോക്ക് ചെയ്ത, അതായത് ബാറ്ററിലിട്ട് വെക്കില്ലേ, എന്നിട്ട് നമ്മൾ മുളപ്പിക്കില്ലേ? സോക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഫിഷിന്റെ ഡിസ്കഷൻ ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾസ് എങ്ങനെ കൊടുക്കണ്ടേ, എന്ത് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ, അങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ് നിർത്തിച്ചത്. ഓക്കെ, വൈറ്റമിൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളായിരിക്കണം. ഫോർ എക്സാമ്പിൾ ചെറുപയർ, ഗ്രീൻ ഗ്രാം, അതുപോലെ തന്നെ കടല, ഗ്രീൻ പീസ്, ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ എന്ത് ചെയ്യണം, പൾസസ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് അത് മുളപ്പിച്ച് എടുത്തിട്ടായിരിക്കണം കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതായത് അത് കുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ? അതായത് അതിന് കൂടുതലായിട്ട് ന്യൂട്രീഷ്യസ് കണ്ടന്റ് കൂടുതലാണ്. ഈ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഏത് സാധനവും ഏത് പൾസസും നമ്മൾ മുളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രീഷ്യസ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളത് കുതിർത്തതിന് ശേഷം, അതായത് മുളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് അരച്ച് ദോശമാവിലൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് ആവും. അതായത് വെള്ളത്തിലിട്ട സാധാരണ ധാന്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇത്തരത്തിൽ മുളപ്പിച്ചെടുത്ത പയറുവർഗ്ഗങ്ങൾ നമ്മൾ അരച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചേർക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് അവരിയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് രോഗാവസ്ഥയിൽ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം രോഗത്തെ ആശ്രയിച്ചിരിക്കും. അതായത് കുട്ടികളുടെ രോഗം എന്താണ്, ചിലപ്പോൾ കുട്ടികൾക്ക് പനിയായിരിക്കാം, അല്ലെങ്കിൽ ചുമയായിരിക്കാം. അപ്പൊ ഇന്ന ഫുഡ് കൊടുക്കരുതെന്നുണ്ടാവും അല്ലെ? പനി പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമയുള്ള സമയത്ത്, കുട്ടികൾക്ക് കഫ് വരുന്ന അല്ലെ, കഫക്കെട്ട് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ചില ഫുഡിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ രോഗത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അഞ്ജു? മിസ്സേ പേജ് നമ്പർ എത്രയാണെന്ന് പറയാൻ പറയോ? പേജ് നമ്പർ 28 ആണെന്ന് തോന്നുന്നു അല്ലെ? 28 ആണോ? 29. ഓക്കെ, താങ്ക് യു. 29. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതുമുള്ള ചെറിയ സാധാരണ ഭക്ഷണം നൽകാനായിട്ട് ശ്രമിക്കണം. അതായത് അതായത് കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആകുന്ന ഫുഡ് ഐറ്റംസ് ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിനകത്ത് ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് അസുഖമുള്ള സമയത്ത് കുട്ടിയെ ഒരിക്കലും പട്ടിണി കിടത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. ഒരിക്കലും കുട്ടിക്കും നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് എപ്പോഴും ഭക്ഷണം കൊടുത്തതിന് ശേഷമായിരിക്കണം അല്ലെ? ചിലപ്പോൾ ചില ടാബ്ലറ്റ്സിൽ ഉണ്ടാകും ബിഫോർ ഫുഡ് എന്നുണ്ടാവും, ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ട മരുന്നുകൾ ഉണ്ടാകും, ഭക്ഷണത്തിന് ശേഷം കൊടുക്കേണ്ട മരുന്നുകൾ ഉണ്ടാകും. അങ്ങനെ വെവ്വേറെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് തരിക അല്ലെ? അങ്ങനെയല്ലേ തരുന്നത്? എല്ലാവർക്കും അങ്ങനെയല്ലേ കൊടുക്കുന്നത്? അപ്പോ എന്നിരുന്നാലും ചിലപ്പോ കുട്ടി എന്ത് ചെയ്യില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് ചിലപ്പോ താല്പര്യപ്പെടില്ല, അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല. കാരണം കുട്ടിക്ക് എന്താണ് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള പെയിൻ ഉണ്ടാകും, അതുപോലെ തന്നെ വായ്ക്ക് കയ്പ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അനുഭവപ്പെടാം. അപ്പൊ ഭക്ഷണത്തോടൊരു
എന്താ പറയാ വിരക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണത്തോടൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടാകാം. ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും കുട്ടിയെ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫോമിലോ കഞ്ഞിയായിട്ടോ എന്തെങ്കിലും ഒരു ഫോമിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം തീർച്ചയായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം. അതായത് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഡയറ്ററി ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? ഓക്കെ, ദെൻ ഇനി അടുത്തത് അതർ ഫുഡ് ഹാബിറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫും കൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അത് നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ 29 ആണ് കേട്ടോ. പേജ് നമ്പർ 29. ഓക്കെ, എല്ലാവരും വായിച്ചല്ലേ? എന്താ ഇതിനകത്ത് പറയുന്നത്? നിമ്മി സേവിയറായി, നിമ്മി സേവിയർ. നിമ്മി മാം ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് കണക്ട് ആവുന്നത്. ഓക്കെ, എന്താണ് വായിച്ചിട്ട് മനസ്സിലായത്? ഇതിന്റെ അകത്ത് കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ഫുഡാണ് അവർക്ക് സെർവ് ചെയ്യേണ്ടതെന്നാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ട്രോങ് ഫ്ലേവേഴ്സും മെനി സ്പൈസി കൂടുതലായിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒത്തിരി ഹോട്ട് ആയിട്ടുള്ളതും ഒത്തിരി കോൾഡ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിമ്മി പറയുന്നത് കേൾക്കുന്നില്ല. ഫുഡ് പ്രിപ്പയർ ചെയ്യണം പറയുന്നുണ്ട്. അവര് ദ ചൈൽഡ് ഷുഡ് നോട്ട് നെവർ ബി ഫോഴ്സ്ഡ് ഫുഡ്. അവര് ഫുഡ് ഒത്തിരി ഫോഴ്സ് ചെയ്ത് കഴിക്കരുത്.
മാം കേക്കാവോ ഇപ്പൊ മാം? കേക്കാം കേക്കാം. ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ആ ആണ്. കേക്കാം. കുട്ടികൾക്ക് Okay. ഒത്തിരി നിമ്മി ഒന്ന് വെയിറ്റ് ചെയ്യും. കേൾക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കാം. ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുത്, അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള, അതുപോലെ ഓക്കെ, ഞാൻ വേറൊരാളെ കൊണ്ട് പറയും. അങ്കിത പറയാമോ? അങ്കിത രതീഷ്. ഓക്കെ. മലയാളം ക്ലിയർ ഉണ്ടാവില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാമോ? ഓക്കെ. ഇതിൽ കൂടുതൽ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് സുഖം, ഐ മീൻ എന്തെങ്കിലും പനി ഫീവർ എന്തെങ്കിലും വന്നപ്പോ ജസ്റ്റ് ഫുഡ് ഫോഴ്സ് ചെയ്യാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മാതിരി ഒന്ന സ്നാക്സ്, കൂടുതൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നും കഴിക്കലില്ല ഈ ഫീവർ എന്തെങ്കിലും വന്ന ടൈമില്. അപ്പൊ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ കാര്യത്തിൽ ഹെൽത്തി ആയിട്ട് സ്നാക്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അറ്റ് എ ടൈം അവർക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും. കുറെ കുഞ്ഞുങ്ങൾക്ക് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് വിടും, അപ്പൊക്കെ അവര് എന്തായാലും കഴിക്കൂല. ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് കൊടുക്കുമ്പോക്ക് ഒന്നിച്ചിട്ട് കൂടിയിട്ട് അവര് ചെറുങ്ങനെ സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് അവർക്ക് കിട്ടും ആ ടൈമില്. അങ്ങനെ പറയുന്നുണ്ട് മാം, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി. പിന്നെ കൂടുതൽ ഫുഡ് വേസ്റ്റ് ആക്കാതെ കഴിക്കുന്ന മാതിരി അവർക്ക് പറയാം, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മാം. പിന്നെ children can also be encouraged to share food and not to spill and waste the food. അധികം കുഞ്ഞുങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കാത്ത മാതിരി ഞമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മീൻസ് കുറെ കുട്ടികൾ അധികം ഇപ്പൊ അമ്മമാര് കുഞ്ഞുങ്ങൾ കൂടുതൽ കഴിക്കട്ട് പറഞ്ഞിട്ട് കുറെ ഫുഡ് ഇട്ട് കൊടുക്കും, കൂടുതലായിട്ട് ഇതെല്ലാം കൊടുക്കും, കഴിച്ചോ പറയാം. അപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നത്ര കൂട്ടിട്ട് അവര് പിന്നെ കളയും. അപ്പൊ ഫുഡിനെ വാല്യൂ ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഫുഡ് വേസ്റ്റ് ആക്കാതെ കഴിക്കേണ്ടത് അങ്ങനെ ഇല്ലത് മാം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ലത് മാം. ഒരാളും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മഞ്ജു മനോഹരൻ. മഞ്ജു. ഇത് അവർക്ക് ഇങ്ങനെ ഫ്ലേവേഴ്സ് ആയതും സ്പൈസസ് ആയ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഹോട്ട് ആയതും കോൾഡ് ആയിട്ടുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഫുഡ് നന്നായി കഴിച്ചോളും. പിന്നെ അവരെ ഫോഴ്സ് ചെയ്യിക്കാതെ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അവര് എല്ലാവരും ഇതേപോലെ ഒന്നിച്ചിരുന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അവര് ഫുഡൊക്കെ എല്ലാവരുടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കും. അതേപോലെ ജങ്ക് ഫുഡും പിന്നെ സ്വീറ്റായ ഫുഡുകളൊക്കെ കൊടുക്കാതിരിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് കഴിക്കണം, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. പിന്നെ അതെ, വെറൈറ്റി ടൈപ്പ് ഓഫ് കളറും ടെക്സ്ചറും ഷേപ്പും ഒക്കെ വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ കൂടെ അത് കഴിക്കാനായിട്ട് ഇതാവും. പിന്നെ ഭക്ഷണം കഴിക്കുന്നേക്കാളും മുന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യണം. അതേപോലെ പല്ലും നന്നായി കഴുകുകയൊക്കെ വേണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ. പിന്നെ അതേപോലെ വേസ്റ്റ് ആക്കരുത്, ഫുഡ് വേസ്റ്റ് ചെയ്യാതെ ഷെയർ ചെയ്തൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായി. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഏകദേശം ശരി തന്നെയാണ്, കറക്റ്റ് ആണെന്ന് പറയാം. അതായത് മറ്റ് ഭക്ഷണശീലങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നത് സ്ട്രോങ് ഫ്ലേവേഴ്സ്, സ്പൈസസ് എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമുക്കറിയാം ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലേവേഴ്സ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതുപോലെ സ്പൈസസ് കൂടുതലായിട്ട് ചേർക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അവ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചും ഇഷ്ടക്കേടുകൾക്കനുസരിച്ചും ഭക്ഷണം തയ്യാറാക്കാം.
ഇപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ അച്ഛനമ്മമാർക്കും അറിയാൻ പറ്റും ആ കുട്ടി എന്തൊക്കെ കഴിക്കും എന്തൊക്കെ കഴിക്കില്ല എന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. പിന്നെ കുട്ടിയെ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടില്ല. ചില അമ്മമാരുണ്ട് തല്ലിയിട്ടൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിപ്പിക്കുക. അങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയാണോ? തല്ലി ഭക്ഷണം കഴിപ്പിക്കുന്ന എത്ര അമ്മമാരുണ്ട് കൂട്ടത്തില്? ആരും തന്നെയില്ല. നിർബന്ധിക്കും. നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും. എങ്ങനെയാണ് നിർബന്ധിപ്പിക്കുന്നത്? തല്ലണ്ട ആവശ്യമൊന്നുമില്ല മിസ്സേ, ഞാൻ കഴിച്ചോളൂ. ചില കുട്ടികള് ചോദിച്ചു വരും അല്ലെ, എടുത്ത് ടേബിൾ മേൽ വെച്ച് കഴിക്കാത്തപ്പം നിർബന്ധിക്കും. കഴിക്കുമ്പോ കുഴപ്പമില്ല, ഒരുപാട് കൊടുക്കില്ല, അവളുടെ ആവശ്യത്തിന് മാത്രം കൊടുക്കത്തേ ഉള്ളൂ. ആവശ്യത്തിന് മാത്രം കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നിർബന്ധിച്ചൊരിക്കലും നമ്മള് തല്ലിയൊക്കെ ഒരിക്കലും നമ്മൾ വഴക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞൊന്നും നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് കുട്ടിയെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയെ എന്ത് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കണം. ഭക്ഷണത്തിനിടയിൽ നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് കണ്ടന്റ് കൂടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ജങ്ക് ഫുഡ്, വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങള് എന്നിവയ്ക്ക് പ്രിഫറൻസ് കൊടുക്കരുത്. ഓക്കെ. നമ്മുടെ പ്രയോറിറ്റി ഒരിക്കലും എന്താവരുത്, അത് ജങ്ക് ഫുഡ് ആവരുത്. പിന്നെ വളരെയധികം സ്വീറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അത് ചെയ്യരുത്. നിങ്ങൾ കൊടുക്കാറുണ്ടോ? എപ്പോഴെപ്പോഴും ചോക്ലേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് എപ്പോഴും ഫുഡ് വരുത്തി കൊടുക്കാറുണ്ടോ? ഇല്ല. ഇല്ല മാം. ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ആകാം, എല്ലായ്പ്പോഴും എന്ത് ചെയ്യരുത്, നമ്മൾ പുറത്തുനിന്നും കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ, അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാല് അത് ഒബിസിറ്റിയാണ്. അമിതവണ്ണം കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ടെൻഡൻസി നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവ്, പ്രതിരോധശേഷി കുറവ്, അതാണ് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്നത്. ചോദ്യമായിട്ട് ചോദിക്കാം, ഇപ്പൊ കുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാല് വൺ ഈസ് ഒബിസിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി. ഈ രണ്ടും ആണ് നമ്മുടെ കുട്ടികള് നേരിടുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് കുട്ടികൾ പോഷകക്കുറവ് നേരിടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു കുറവെന്ന് പറഞ്ഞാല് അവർക്ക് ഭക്ഷണത്തിനൊന്നും കുറവൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തിലെ കുട്ടികളൊന്നും അങ്ങനെ പട്ടിണി കിടക്കുന്നില്ല അല്ലെ. ഇപ്പൊ ഓരോരോ ആളുകളായിട്ട് സഹായിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന അരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്കൊക്കെ ധാരാളം സൗജന്യമായിട്ട് കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണ ദൗർബല്യം കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല. മറിച്ച് എന്താണ് അവിടെ പ്രശ്നം, അതായത് ഫുഡിനെ കുറിച്ചുള്ള അവയർനെസിന്റെ കുറവാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. ഓക്കെ. പട്ടിണി ആരും കിടക്കുന്നില്ല, മറിച്ച് ശരിയായ അവയർനെസ് കിട്ടാത്തത് മൂലമാണ് കുട്ടികളിൽ രോഗങ്ങളും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയും ഒക്കെ കുട്ടികളിൽ കണ്ടുവരുന്നത്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാല് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പോലെയല്ല അല്ലെ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ നമുക്കറിയാം കുട്ടികള്, ബീഹാർ പോലുള്ള സംസ്ഥാനത്തൊക്കെ അറിയാം കുട്ടികൾ ധാരാളമായിട്ട് തെരുവിൽ സ്ട്രീറ്റിൽ ഇരുന്ന് ഭക്ഷണം യാചിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മള് ഒരു എന്താ പറയാ, വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർബൻ ഏരിയ, തിങ്ങി പാർക്കുന്ന ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സ്ട്രീറ്റുകളിൽ ധാരാളം കുട്ടികൾ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടില് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതില്ലെന്ന് തന്നെ പറയാം അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടുണ്ടോ? അന്യസംസ്ഥാന തൊഴിലാളികൾ വരും അല്ലെ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് തമിഴ്നാട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് നിന്നുള്ള ഹിന്ദി അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അല്ലെ, എന്തെങ്കിലും ചോദിച്ചു വരാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഭക്ഷണം ചോദിച്ചു വരുന്നത്? കണ്ടിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ല. അതാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടന്നുകൊണ്ട് ഒരിക്കലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല, മറിച്ച് അവയർനെസിന്റെ കുറവ് മൂലമാണ്
കുട്ടികളിൽ ഭക്ഷണ ദൗർബല്യം അല്ലെങ്കിൽ ആ ഒരു ഫുഡിന്റെ എന്താണ് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു അവയർനെസിന്റെ കുറവാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. ഓക്കെ, അതായത് എന്ത് നമ്മൾ കഴിച്ചില്ലെങ്കിലും രാവിലെയുള്ള ആഹാരം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇരിക്കുമ്പോൾ തന്നെ നെറ്റ്സ് നമുക്ക് കൊടുക്കാം. നല്ലൊരു കുട്ടികളുടെ ബ്രെയിനിന് നല്ലതാണ്. ഒരു ഗ്ലാസ് പാല് കൊടുക്കാം, നട്ട്സ് കുതിർത്തത് കൊടുക്കാം, മുട്ട എഗ്ഗ് കൊടുക്കാം, പഴം കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള നട്ട്സോ അല്ലെങ്കിൽ മിൽക്കോ എഗ്ഗോ ബനാനയോ ഒക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ അത് കൂടുതലായിട്ട് നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മള് പയറ്, അതുപോലെ കറികള്, തൈര്, ഫിഷ് ഐറ്റംസ് ഇതൊക്കെ ഉൾപ്പെടുത്തി ചോറ് നമ്മൾക്ക് കൊടുക്കാം, മീൽസ് കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ആയിരിക്കരുത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ടത്. വെറൈറ്റി ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. ഒരു ദിവസം ഇന്ന് പുട്ടും കടലയുമാണ്, നാളെ പുട്ടും കടലയും, മറ്റന്നാൾ പുട്ടും കടലയും, അങ്ങനെ ഒരു അതായത് വെറൈറ്റി കൊണ്ടുവരാം. ഇന്ന് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും പുട്ടും കടലയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ പിറ്റേ ദിവസം ഇടിയപ്പവും സ്റ്റൂവും നമുക്ക് ഉൾപ്പെടുത്താം. അതിന്റെ പിറ്റേ ദിവസം നമുക്ക് ചപ്പാത്തിയും കറിയും നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുത്താലാണ് കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലെ, എപ്പോഴും ഒരേപോലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ അവര് കഴിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കാറുണ്ടോ? അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള വേണം. ഒരു ദിവസം ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം ഉണ്ടായിക്കൊടുത്താൽ ഇന്നലെ തന്നെ അല്ലായിരുന്നു ചോദിക്കും. അതെ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, വെറൈറ്റി ആയിരിക്കണം. അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിലുള്ളത്, പിന്നെ സ്മെല്ല് വരുന്നത്, ഫ്ലേവർ, ഇവയൊക്കെ എന്താണ് കൂടുതലായിട്ട് കുട്ടികളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. നല്ല നല്ല കളറിലുള്ള ഫുഡുകള് അല്ലെങ്കിൽ സ്മെല്ല് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാം, അട്രാക്ഷൻ തോന്നാം അല്ലെ. അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എന്ത് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതർ ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. മാം, ഞങ്ങൾക്കിപ്പോ ഇവിടുത്തെ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഒബിസിറ്റിയെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. അപ്പം അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സ്നാക്സ് കഴിക്കുന്നത് വഴി കുട്ടികൾക്ക് ഒബിസിറ്റി മാത്രമല്ല വരുന്നത്. ഒരു കുട്ടിക്ക് 4 വയസ്സുള്ള കുട്ടിയാണ്, അപ്പൊ ഇപ്പോഴും അവന് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, കാരണം കുട്ടിക്ക് ഷുഗർ ബാധിച്ചു. അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അമ്മ ഈ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുമായിരുന്നു. അപ്പം ഇവർ ട്വിൻസ് ആയിരുന്നു. ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിക്ക് എന്നും പനിയും ഛർദിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചു. അങ്ങനെ മറ്റേ കുട്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് കുഴപ്പമില്ല, ഈ ഒരു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ഈ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് കഴിച്ച ജങ്ക് ഫുഡിന്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞിന് ഇത് വന്നതെന്നാ പറയുന്നത്. അങ്ങനെയുള്ള 2 കേസുകൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. അല്ലേ, അതായത് ഒബിസിറ്റി മാത്രമല്ല, ഇൻസുലിൻ എടുക്കുന്നത്, ഷുഗർ കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ്, പ്രീ ഡയബറ്റിക് അല്ലെ, അങ്ങനെ പറയാം നമുക്ക്. ഇപ്പോ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഡോക്ടർ കാണിച്ചു തന്നതാണ്. അതായത് കുട്ടിക്ക് അമിതമായിട്ടുള്ള വണ്ണമുണ്ട്. അപ്പോ കുട്ടിയുടെ ആ ഒരു വണ്ണം കാരണം ആ കുട്ടിക്ക് പല ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ എപ്പോഴും വിശപ്പാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും നടത്തി. അപ്പൊ ടെസ്റ്റുകളിൽ ടെസ്റ്റ് നടത്തിയപ്പോ മനസ്സിലായത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഡയബറ്റിക് ആണ്. ഓക്കെ, കുട്ടി 10 വയസ്സായിട്ടുള്ളൂ, ഡയബറ്റിക് ആണെന്ന്. ഡയബറ്റിക് എന്ന് പറഞ്ഞാല് കുട്ടിക്ക് ഇൻസുലിൻ എടുക്കേണ്ട സ്ഥിതിയാണ്. അത്രയും ഒരു സ്റ്റേജിൽ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങള്, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 4 വയസ്സുള്ളൂ അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ഒബിസിറ്റി മാത്രമല്ല ഇൻസുലിൻ എടുക്കേണ്ട, അതായത് നേരത്തെ തന്നെ പ്രമേഹ രോഗി ആകേണ്ട ഒരു സ്ഥിതിയാണ് കണ്ട് വരുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
എനിക്കിത് കുറച്ച് എന്താ പറയാ ചുമയുണ്ട്, ശ്വാസം ഒക്കെ ഉണ്ട്. അപ്പോ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് ഒഴിവാക്കാനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇതാണ് വന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും? നമ്മുടെ ദോശ ഇഡ്ഡലിയിലൊക്കെ ചേർക്കുന്ന ഉഴുന്നുണ്ടല്ലോ, അതിലെന്താ അടങ്ങിയിട്ടുള്ളത്? ഉഴുന്നില് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. ഓക്കെ. കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് ന്യൂട്രിയൻസ് ഉള്ളതാണ് ദോശ ഇഡ്ഡലി. അതുകൊണ്ട് തന്നെയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഹെൽത്തി മീലാണ്. അതായത് പച്ചരിയില് നമ്മൾ പച്ചരി, ഉഴുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഞാൻ പറയട്ടെ, കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ, പിന്നെ ഫൈബർ, ഉഴുന്നിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ന്യൂട്രിയൻസ് ഉണ്ട് ധാരാളം. അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഒരിക്കലും ഒഴിവാക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു സ്നാക്ക് പോലെ ചെയ്യാനായിട്ട് പറ്റും. പനിയാരം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പനിയാരം നമ്മുടെ തമിഴ് ആളുകൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ഫുഡാണ്. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് ഓയിലി ആണ്. അതായത് നമ്മൾ ഓയിലിൽ അത് ഫ്രൈ ചെയ്യണം, എന്നാലും അതിനകത്തെ കണ്ടന്റ് ഒക്കെ കുട്ടികൾക്ക് കിട്ടും കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ ഇഡ്ഡലി ദോശ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പനിയാരം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. മാം ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഉഴുന്ന് ഇങ്ങനെ ഇഡലി ദോശ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവുമെന്ന് പറയും. നമുക്ക് പെട്ടെന്ന് വിശക്കും. പിന്നെയും ഒരു 9 മണിക്ക് ഇത് കഴിച്ചാൽ നമുക്കൊരു 10:30 ആകുമ്പോൾ നല്ല വിശപ്പ് വരും. അപ്പൊ എന്റെ ഡയട്രീഷ്യൻ പറഞ്ഞ കാര്യം, നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് ഒരു ബോയിൽഡ് എഗ്ഗും കൂടി കഴിച്ചാൽ, ഒരു 3 ഇഡലി അല്ലെങ്കിൽ 2 ഇഡലിയും ഒരു എഗ്ഗും കൂടി കഴിച്ചാൽ അത് നമുക്കൊരു 1:30 വരെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലോ എഗ്ഗോ ബനാനയോ നട്ട്സോ എന്തെങ്കിലും കൊടുക്കുക. അപ്പോ ബ്രെയിനിന് നല്ലതാണ്. കുറച്ചു നേരം വിശപ്പ് ഇല്ലാണ്ടാവാനും അത് നമ്മളെ സഹായിക്കും. പെട്ടെന്ന് ദഹിക്കുന്ന ഐറ്റംസ് ആണല്ലോ ഇത്തരത്തിലുള്ള. ഇപ്പൊ റൈസ് ആയാലും അതെ, ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരും. ആ സമയത്ത് ചപ്പാത്തി കഴിക്കുമ്പോഴൊക്കെ നമുക്കധികം വിശപ്പ് തോന്നാറില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെ, ചപ്പാത്തി കഴിക്കുമ്പോൾ വിശപ്പ് തോന്നാറില്ല. കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാൻ തോന്നും. വെള്ളം കുടിക്കാൻ തോന്നും അല്ലേ? മിസ്സേ, അതേപോലെ എന്റെ മോള് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് അത് കഴിച്ചാലും അത് ഗ്യാസ് വരാറുണ്ട്. ഗ്യാസ് കയറും ആൾക്ക് ആ ദിവസങ്ങളിൽ. അതെന്താ മിസ് അങ്ങനെ വന്നത്? ചില ഫുഡ് ഐറ്റംസ് ഗ്യാസ്, അത് ചിലവർക്ക് പിടിക്കില്ല. അത് എന്താ പറയാ, നമ്മുടെ നോർമലായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചില ആഹാരങ്ങൾ ചിലർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവുക. അത് ഡോക്ടറോട് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഡോക്ടറിനോട് കഴിച്ചാല് ഗ്യാസ് ഉണ്ട് എന്ന് പറയുന്ന കേൾക്കാം. ഉഴുന്ന്, അതുപോലെ ഉഴുന്ന് വട അതൊക്കെ കഴിച്ചാൽ നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് വരാം. അപ്പൊ അതുകൊണ്ട് അവളോട് ഉഴുന്നൊന്നും കഴിക്കണ്ടെന്നാ പറഞ്ഞേക്കണേ. ആണല്ലേ? അതുപോലെ എന്റെ മോനും അതുപോലെ ഇഡലിയൊക്കെ കഴിച്ച രാവിലെ പറയും, എനിക്ക് ടമ്മി എന്തോ പോലെ ഉണ്ടമ്മ, എനിക്ക് വയ്യാന്നൊക്കെ പറയും, വയറുവേദനയുണ്ട്. അപ്പൊ മോർണിംഗിൽ ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നത് എഗ് ആയിരിക്കും. ഫസ്റ്റ് എഗ് കൊടുക്കും. എഗ് ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കിയിട്ടോ കൊടുക്കും. അതാണ് അവൻ പോകുന്ന സമയത്ത് കഴിക്കുന്നത്. 6:30 ആകുമ്പോൾ ബസ് വരും ഇവിടെ രാവിലെ. അപ്പോ ആ ടൈമിൽ അത് കൊടുക്കും. എന്നിട്ട് എണീറ്റിട്ട് ആ ഒരു മൂഡിലായിരിക്കും പോകുന്നത്. ഉറക്കത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പൊ എഗ് കൊടുക്കും ഫസ്റ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് 9 മണിക്ക് സ്കൂളിൽ നിന്നോ അപ്പൊ എന്തെങ്കിലും കൊടുക്കും. പിന്നെ 11:30 ക്ലാസ് കഴിയും. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് ബ്രേക്ക്. അങ്ങനെയാണ് അവരെ ഒരു ചാർട്ട്. ഇനി എന്താണ് പറയാനുള്ളത്? ഏതെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. മിസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ആൻസി പറഞ്ഞില്ലേ, ഈ ഫുഡ് ഹാബിറ്റ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഡയബറ്റിക്സ് വന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഈ ഒരുപാട് കുട്ടികള് ഇങ്ങനെ ജങ്ക് ഫുഡ്സ് അതൊക്കെ കഴിച്ച് ഹോർമോൺ വേരിയേഷൻ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളിലെ ഒരുപാട് പേർക്ക് പ്യൂബർട്ടി നേരത്തെ വരുന്നുണ്ട്. ഒരു 10 വയസ്സിന് മുമ്പൊക്കെ
ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇത് തരും. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. നമുക്കൊക്കെ ഒരു 14, 13, 12 ആ ഒരു വയസ്സിലാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് എന്താന്ന് പോലും അറിയത്തില്ല. ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് നേരത്തെ വരുന്നുണ്ട്. അതിനും ഈ ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെ ഒരു കാരണം എന്നാ പറയുന്നത്. അതും ഇതിന്റെ ഒരു റീസൺ ആണ്, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് കാരണമൊക്കെ. ആ ഓക്കെ. അത് ശരിയാണ്. നമ്മുടെ ലൈഫില് നമ്മുടെ ജെനറ്റിക്സ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് കേട്ടോ. കൂടുതൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ ഇതിലൊക്കെ നമുക്ക് ഇത് നേരത്തെയാണ് ഉണ്ടാവുക, ഇന്നത്തെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ. ഓക്കെ, പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ, കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ? അല്ലെങ്കിൽ കുറെ ഞാനിപ്പോ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയത് മുതൽ അല്ല ഫസ്റ്റ് ഒരു ചാപ്റ്റർ എടുത്തു, രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പൊ കുറെ ആയി ഇപ്പൊ ഈ ക്ലാസ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്, അതായിട്ട് ഇങ്ങനെ നീണ്ടു പോയത്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് അധികം മനസ്സിലായ കാര്യം എന്താണ്? ഈ ഹെൽത്ത് കെയർ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? നമുക്കറിയാത്ത ഓരോരോ കാര്യങ്ങള് നമ്മളെ പാഠങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മളത് പിന്നെ കുട്ടികളിലും നമ്മളെ ജീവിതത്തിലൊക്കെ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. മാം പറഞ്ഞു തരുമ്പോ. ഓക്കെ, ഒരു ഷോർട്ട് ആയിട്ട് ഈ ഒരു സമ്മറി കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? സമ്മപ്പ് ചെയ്യാൻ പറ്റുമോ ഇതിനെ ഷോർട്ട് ആയിട്ട്, ഈ ഒരു ചാപ്റ്ററിനെ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് ഷോർട്ട് ആയിട്ട് പറയാവോ ഈ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ? ആരുമില്ല പറയാനായിട്ട്? ജസ്റ്റ് ഒന്ന് നോക്കി, ഒന്ന് പേജ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കി പറയാൻ പറ്റുമോ നോക്കി? ക്ലാസ്സിൽ ഇതുവരെ കയറാത്ത ആളുകൾക്കും അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയിപ്പിക്കാറുണ്ട്. മാം മലയാളത്തിലാണോ മാം? ആ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മാം ഈ പാഠത്തില് ഫസ്റ്റ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കുറെ തരം അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഡിസീസസ്, എപ്പിഡമിക്, എൻഡമിക്, പെട്ടെന്ന് പിന്നെ വളരെ പെട്ടെന്ന് പടരുന്ന രോഗങ്ങളെ എപ്പിഡമിക് എന്നും, പിന്നെ കാലമായി നിലനിൽക്കുന്നതും തുടച്ചു നീക്കാൻ പറ്റാത്തതുമായ രോഗങ്ങളെ എനഡമിക് എന്നും,
പിന്നെ കാരണമറിയാത്ത രോഗങ്ങളെ ക്രിപ്റ്റോജനിക് ഡിസീസ് എന്നും, പിന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പടരുന്ന രോഗങ്ങളെ പാൻഡമിക് ഡിസീസ് എന്നും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ സൂണോസിസ് ഡിസീസ് എന്നും വിളിക്കുന്നു. അങ്ങനെ പലതരം രോഗങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പലതരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി എന്താണെന്നും, പിന്നെ വാക്സിൻ എടുക്കേണ്ട വാക്സിനെ കുറിച്ചിട്ടുള്ള ഏതൊക്കെ വാക്സിൻ എടുക്കണം, വാക്സിന്റെ പ്രാധാന്യം, കുട്ടികൾക്ക് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ വാക്സിൻ കൊടുക്കണം, ഇതൊക്കെ ഈ പാഠത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിഫ്തീരിയ, അത് പിന്നെ പലതരം അസുഖങ്ങളും അത് വരുത്തുന്ന ബാക്ടീരിയ ആയാലും വൈറസ് ഏതാണെന്നും ബാക്ടീരിയ അത് ഏതൊക്കെയാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗങ്ങളെ കുറിച്ച് പറയണോ മാഡം? എന്താ? രോഗങ്ങളെ കുറിച്ച് പറയണോ? പറയണം. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാല് അത് ഓരോന്നായിട്ട് പറയണ്ട, ജസ്റ്റ് അതൊന്ന് അതെയാ? അങ്ങനെ പറഞ്ഞു. ഡിഫ്തീരിയ, പെർtussis, വൂഫിംഗ് കഫ് എന്നും പറയും അതിനെ. പിന്നെ അതിന്റെ ലക്ഷണങ്ങള്, പിന്നെ DPT, ഡിഫ്തീരിയ തടയാനുള്ള വാക്സിൻ ആണ് DPT. പിന്നെ ടെറ്റനസ്, ലോക്ക് ജോ എന്ന് തന്നെ അറിയപ്പെടുന്നു. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഇത് പകർത്തുന്നു. പിന്നെ പോളിയോ മെലിറ്റിസ്, പോളിയോ. പിന്നെ പോളിയോ പിന്നെ IPV, OPV, പിന്നെ ഇതൊക്കെ പോളിയോ വാക്സിൻ ആണ്. പിന്നെ പോളിയോ പരത്തുന്ന വൈറസ് പോളിയോ മൈലിറ്റിസ്. പിന്നെ മീൽസ്, മീൽസിന്റെ സിംറ്റംസ്, എല്ലാ അസുഖത്തിന്റെ സിംറ്റംസും അത് ചുരുക്കി പറഞ്ഞാൽ മതി. ഏതൊക്കെ രോഗങ്ങളാണ്, സിംറ്റംസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. മീൽസിന് എടുക്കുന്ന വാക്സിന് MMR, MRും MMRും 2 വാക്സിൻ ഉണ്ട്. എത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ മീൽസ് വാക്സിൻ എടുക്കുന്നു, 9 വയസ്സ് തൊട്ട് 9 മാസം തൊട്ട് 12 മാസം വരെയുള്ള പ്രായമുള്ള കുഞ്ഞിന് മീൽസ് വാക്സിൻ എടുക്കുന്നു. 15 വയസ്സ് തൊട്ട് 18 വരെയുള്ളവർക്ക് MMR വാക്സിൻ ആണ് എടുക്കുന്നത്. പിന്നെ റുബെല്ല, അതിന്റെ സിംറ്റംസും ഇതും സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും, പിന്നെ റുബെല്ല കോംപ്ലിക്കേഷൻ ചിൽഡ്രൻസിൽ എങ്ങനെ അത് കോംപ്ലിക്കേറ്റ് ആവുന്നു. പിന്നെ മംസ്, അത് പകർച്ച വൈറസ്, അതിന്റെ സിംറ്റംസ്, പകരുന്ന കാരണങ്ങള്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ക്ലാസ് എടുത്തത്. പിന്നെ ഹെൽത്ത് ചെക്കപ്പ് എങ്ങനെയൊക്കെ എടുക്കണം, ഏത് സമയത്ത് എടുക്കണം, ആരൊക്കെ എടുക്കണം, എത്ര വയസ്സിൽ എടുക്കണം എന്നൊക്കെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും അസുഖം തടയുന്നതിനും മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും ഉള്ള പ്രതിവിധിയായിട്ട് ഹെൽത്ത് ചെക്കപ്പിനെ പറയുന്നു. ഹെൽത്ത് ചെക്കപ്പ് സഹായിക്കുന്നു. 35 വയസ്സിന് മുകളിൽ എല്ലാവരും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് പറയും. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള ടെസ്റ്റ് ECG, ഹെർട്ട് വെയിറ്റ്, യൂറിൻ, ബ്ലഡ്, കൊളസ്ട്രോൾ, എക്സ്റേ, എക്കോ, വൈറ്റമിൻ D3, അബ്ഡോമിനൽ എക്സാമിനേഷൻ, തൈറോയ്ഡ് ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ. പിന്നെ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം, കൊടുക്കണ്ട, അവർക്ക് വൃത്തിയുള്ളതും ആരോഗ്യമുള്ളതുമായ ഭക്ഷണങ്ങൾ കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു മാഡം. എനിക്ക് അത്രേ അറിയുള്ളൂ. എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. താങ്ക് യു ആതിര. ആതിര നന്നായിട്ട് പറഞ്ഞു. ഇങ്ങനെ പറയാം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ സമൂഹം ഒന്ന് നിങ്ങളൊന്ന് ചുരുക്കി പറയാം കേട്ടോ. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് എടുത്തായിരുന്നോ?
ഡിഫൻസ് ഇല്ല മാം, മെക്കാനിസം എടുത്തില്ല. ഇല്ല മാം, ആരും എടുത്തിട്ടില്ല. ഓക്കെ. ഇവിടെ അടുത്ത ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ. കാണുന്നുണ്ടോ എല്ലാവരും? ടെക്സ്റ്റ് ഉണ്ടല്ലോ കയ്യിൽ അല്ലേ? ചാപ്റ്റർ എടുത്തോ? യെസ് മാം. ഓക്കെ. അപ്പൊ നമ്മള് ഇത് PDF-ലുള്ള കാര്യങ്ങളാണ്. PDF-ലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് കോമൺ ആയിട്ട് അറിയണം. ഓക്കെ. അത് ഞാനൊരു ടേബിൾ ഇവിടെ കാണിക്കാം. ആ ടേബിൾ നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ നമുക്ക് ചെയ്യാം. ഓക്കെ. ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് PDF പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു PDF-ലേക്ക് ഞാൻ വരിക. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോകാം അല്ലെ? എല്ലാവരും റെഡിയാണോ? ഓക്കെ മാം. അപ്പൊ ടേബിൾ ഞാൻ ഇവിടെ കാണിക്കാം. കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? സോറി മാം, എന്ത് പറഞ്ഞത് ആദ്യം ഒരിക്കൽ പറയാമോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. പാർട്ട് 2 യൂണിറ്റ് 5. ആ ഒരു ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട്, ആ PDF നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടേബിൾ ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ PDF-ലോട്ട് പോവുക. ഓക്കെ അങ്കിത? അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിനാണ്, ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ടേബിൾ നമുക്ക് നോക്കാം. മൈൽ സ്റ്റോൺസ് എന്താ? സ്ക്രീൻഷോട്ട് എടുക്കണം എന്നല്ലേ പറഞ്ഞു മാം? സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി എടുക്കുകയോ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കി നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ കൊടുത്തിരിക്കുന്നത് അവിടെ? ഫസ്റ്റ് ടേബിളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എന്താ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ? 5 മാസമായ കുട്ടികൾ. അതായത് നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതായത് കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഉണ്ണിമേരി ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ജനിക്കുമ്പോ തന്നെ എന്ത് ചെയ്യില്ല, കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങോ? ജനിക്കുമ്പോ തന്നെ കുട്ടി സംസാരിക്കോ? ഇല്ല. ഒരിക്കലും ഇല്ല അല്ലെ? അതായത് അവന്റെ വളരുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ സ്റ്റേജിലും അവന് ഇംപ്രൂവ്മെന്റ് വന്നാണ് അവന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പൊ ആ ലാംഗ്വേജ്, കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഏതൊക്കെ സ്റ്റേജിലൂടെ എന്തൊക്കെ ആണ് അവൻ ലേൺ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടും എന്താണ്, കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെ നടക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ബർത്ത് ടു 5 months. കുട്ടി ജനിച്ച അന്ന് മുതൽ 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, കൂസ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകതരം ശബ്ദമാണ് കേട്ടോ. ഓക്കെ. പിന്നെ വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാഫ്സ്, ഗിഗിൾസ്, ക്രൈസ് ഓർ ഫ്യൂസസ്, മേക്സ് നോയ്സ് വെൻ ടോക്ക്ഡ് ടു. അതായത് കുട്ടി എന്താ പറയാ, ജനിക്കുമ്പോ തന്നെ അവന് കൂടുതലായിട്ട് അവന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന സൗണ്ട് ഏതാണ്? കരച്ചിലിന്റെ സൗണ്ട് അല്ലേ കൂടുതലായിട്ട് വരുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഞെരുക്കങ്ങളല്ലേ കൂടുതലായിട്ട് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കിടന്ന് ഓരോ മൂളലുകൾ ഉണ്ടാവും അല്ലെ? എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ, ഓരോരോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും കുട്ടി ജനിക്കുമ്പോ. കൂടുതലായിട്ട് കരച്ചിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ചില സൗണ്ട്സിനെ നമ്മൾ കൂസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ മനസ്സിലുണ്ടാകുന്ന, അത് സന്തോഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളായിക്കോട്ടെ, അത് വ്യത്യസ്തമായിട്ട് ശബ്ദിക്കാനായിട്ട് തുടങ്ങും.
ഇപ്പൊ കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ, അതായത് 5 മാസം വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സന്തോഷം വരുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, ശബ്ദിക്കുന്നു. സങ്കടം വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പൊ അത്തരത്തിലുള്ള കരച്ചില് അല്ലെങ്കിൽ സന്തോഷം അങ്ങനെയുള്ള സൗണ്ട്സ് എന്ത് ചെയ്യുന്നു? കുട്ടി പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ, അതായത് പാരന്റ്സ് ഒക്കെ അവന്റെ ചുറ്റിലും നിന്ന് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദങ്ങൾ ഉണ്ടാക്കും. 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എന്തെങ്കിലുമൊക്കെ നമ്മള് കാര്യങ്ങൾ കുട്ടിയെ നമ്മൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചെടുക്കുന്നത്. അതായത് കുട്ടികളുടെ മുഖത്തോട്ട് നോക്കി സംസാരിക്കണം എന്നാണ് പ്രായമുള്ളവർ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ കുട്ടിയുടെ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവനെ നോക്കി സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള സൗണ്ടുകൾ ചിരിച്ചിട്ട് അവൻ പുറപ്പെടുവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ് മാം. കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പറയാം. കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? 5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? എന്റെ അമ്മമാരാരെങ്കിലും ഉണ്ടോ? അങ്കിതയുണ്ട്. എങ്ങനെയാണ് അങ്കിത? ഒന്ന് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ്? കുഞ്ഞ് എങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്? മൊത്തത്തിൽ എക്സ്പീരിയൻസ് ഇല്ലേ? എക്സ്പീരിയൻസ് ഇല്ലത് മൊത്തത്തില് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഒരാള് വരുമ്പോക്ക് അവര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ ഒരു കരച്ചിലുണ്ടാവും. നീ എന്റെ അടുക്ക വരണ്ട, അത് നമുക്ക് മനസ്സിലാവും. അതന്നെ ഇപ്പൊ അറിയാനായി കുഞ്ഞിക്ക്. ഇപ്പൊ 5 months ആര് അമ്മ ആര് അച്ഛന് അങ്ങനെ അറിയാനായല്ലോ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് മറ്റവർ ആരെങ്കിലും കാണിക്കുമ്പോക്ക് കരച്ചിൽ തുടങ്ങും. വരണ്ടാന്ന് പറയുന്ന മാതിരി അങ്ങനെ കരച്ചിലുണ്ടാവും. പിന്നെ പശിക്കുമ്പോക്ക് ഒരു കരച്ചിൽ, അത് വേറെ തന്നെ ഒരു സന്തോഷത്തില് കരച്ചിൽ വന്ന മാതിരി അങ്ങനെ ഉണ്ടാവും. ആളടുക്ക വരുമ്പോക്ക് അത് അങ്ങനെ ഒരു പറയാന് പറ്റാത്ത മാതിരി കരച്ചിലുണ്ടാവും. ഓരോരോ സാധനത്തിന് ഓരോരോ മാതിരി ചിരിക്ക, ഐ മീൻ സ്മൈൽ തരും. അവളെ ഫുഡ് ഇപ്പൊ കുറച്ച് അങ്ങനല്ല, കുറച്ച് ഫുഡ് ആക്കിയിട്ട് കൊടുക്കും. ആ പാത്രം കാണുമ്പോക്ക് അവളെ ചിരി തുടങ്ങും. അങ്ങനത്തെ നല്ല എക്സ്പീരിയൻസ് ആയോണ്ടുണ്ട് മാം ഇപ്പൊ മൊത്തത്തില്. എക്സ്പീരിയൻസ് ആണ് അല്ലെ? ഓക്കെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് നമ്മള് 6 to 11 months തുടങ്ങിയിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 5 വയസ്സ് വരെ, അതായത് ബർത്ത് ടു 5 years വരെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ടേബിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഷഹാന? 5 months എന്നാണ്, 5 years എന്നാണ് മാം പറഞ്ഞത്. 5 months തുടങ്ങിയിട്ട് 5 years വരെ ഉണ്ട് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈ ടേബിളില്. ജനിച്ചെന്ന് തുടങ്ങി 5 years വരെ. മാം ഇതൊന്ന് ക്ലാസ് റൂമിൽ ഇടാവോ ഈ PDF? ഞാൻ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ കൊടുത്തേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ കൊടുത്തേക്കാം. ചാപ്റ്റർ 7 ഹെൽത്ത് കെയറിന്റെ. ഹായ് അങ്കിത. അല്ല, അങ്കിതയുടെ മോനുമാണല്ലേ? മോനാണോ മോളാണ്? എത്ര മാസം ഇപ്പൊ? ഇത് 5 months മാം. 5 months. അത് ഇപ്പൊ ക്ലാസ് തുടങ്ങുന്ന സമയം അറിയോ? മീൻസ് 12 o'clock, കറക്റ്റ് 12 o'clock എന്തായാലും ഉറങ്ങിച്ചാലും ഉറങ്ങിയില്ല. എണിച്ചിട്ട് മൊബൈലിന് മുമ്പോട്ട് എന്താ ഇങ്ങനെ ഉണ്ടാവും. അച്ഛടാ നോക്കുന്നു നോക്കി. നേരത്തെ നിമ്മ എക്സ്പ്ലനേഷൻ പറയുമ്പോ ഞാൻ ജസ്റ്റ് PDF നോക്കിയതേ ഇല്ലു മാം. അവളപ്പൊ അമ്മന്റെ ആയി പറ. കണ്ടോ സൗണ്ട് ഉണ്ടാക്കുന്ന കണ്ടോ? ഇത്തരത്തിലുള്ള സൗണ്ടിനെയാണ് കൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കുഞ്ഞിപ്പോ കാണിച്ച സൗണ്ട് ആണ് കൂസ്. ഓക്കെ. ടീച്ചറെ കണ്ടിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്.
ഹലോ ഹലോ ഹലോ. ഹലോ ലഡു. ആരാന്നാ ചോദിക്കണേ. അതെ അതെ ആരാണ് ചോദിച്ചത്? അവളെ ലഡു എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഇവര് ഷോനിമ പിന്നെ രമ്യ വോയിസ് മെസ്സേജ് അയക്കും. അവർക്ക് നല്ല റെസ്പോണ്ട് കൊടുക്കും. രമ്യ വീഡിയോ കോൾ ചെയ്തിട്ട് മുണ്ടും. ആകെ ഇഷ്ടപ്പെട്ട ആള് രമ്യ ഷോനിമ. അവരോട് മുണ്ടോണ്ടുണ്ടാവും. അൻസിയുടെ ഭാവിയാണല്ലേ അത്? എത്ര വയസ്സായി? അതാ ചീച്ച. അതാടോ ഒരു ചീച്ച. എന്താ പാപ്പ ചീച്ച? അത് ചീച്ച നിങ്ങൾ ഈടെ ഒരു ചീച്ച. എന്താ ഈടെ ചീച്ച? അതാ ചീച്ച ഉണ്ട്. വരുന്നില്ല. അവരിങ്ങോട്ട് വരില്ല. ഇല്ല വരില്ല. വരുന്നില്ല. വരുന്നില്ലേ. തട്ടുന്നില്ല പാപ്പന. ടീച്ചറിനോട് എന്താ ചോദിക്കണേണ്? അവക്ക് മുണ്ടണം. വീഡിയോ കാണുമ്പോ നേരത്തെ ഉള്ളത്. ഞാൻ അങ്ങോട്ട് വരട്ടെ? അതാ ടീച്ചർ വരുന്നില്ല. അതാ അയില വരുന്നില്ല. വേദു പറയുമ്പോ ഡോറ് നോക്കിട്ട് സംസാരിക്കാൻ നോക്കും. ആള് അതെ ലഡു എന്ന് വിളിക്കുന്നു. പോണ്ടേ? പേരെന്താ അങ്കിത വാവടെ? പേര് വിളിച്ചിട്ടില്ല. പേര് വിളിച്ചിട്ടില്ല. ആയിട്ടില്ല. അത് ഇല്ല, കർണാടകത്തില് വെക്കലുണ്ട്. അപ്പൊ അവളത് മൂത്തവളത് വെച്ചിന് ക്രൈഡൽ ഫംഗ്ഷൻ ആകുമ്പോക്ക്. ബട്ട് ഇവളത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടില്ലത്. ഇപ്പൊ ചോറ് കൊടുക്കാറായോ? ഭക്ഷണം കൊടുക്കാറായോ? ചോറ് കൊടുത്തിട്ടാ മാം. ജസ്റ്റ് ഇപ്പൊ ലിക്വിഡ് ആയിട്ട് ചെറുങ്ങനെ ലിക്വിഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈടെ ഇപ്പൊ പറഞ്ഞത് ഫോഴ്സ് ആക്കിയതുകൊണ്ട് കൊടുക്കുന്നില്ല. കൊടുക്കലില്ല. 6 months വരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ബട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. കുറച്ച് ലിക്വിഡ് ആയിട്ട്, നല്ലോണം ലിക്വിഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. താങ്ക് യു അങ്കിത. കുഞ്ഞിനെ കാണിച്ചതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. നീ ക്ലാസ്സുകളിലൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. Respected ma'am and dear friends, as we come to the end of today's class session, on behalf of our class, I would like to express our sincere thanks to you, ma'am, for your guidance and support throughout the class. Your explanations and examples helped us to understand the topic, and we are thankful for the time you spent to answer our questions. I would like to summarize what we learned today. We discussed about dietary requirements and nutritious food like sprouted pulses, vegetables, fruits. In other food habits, avoid too spicy, too flavored junk foods, and importance of nutritious foods and healthy food habits. Then Unit 7, healthcare is completed. Unit 5, language development is just started and started discussing the milestones related to speech and language development in kids. Before we go, I would like to remind everyone to review your own textbooks and lecture notes. Thank you again, ma'am, for a great class session. We are looking forward to the next one. Thank you. Okay, thank you. So നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു.